ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഒരു 5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിളിന് ഈ ഒരു 5 സ്ട്രോബെറി മതിയാവും. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് ഇതൊന്ന് സ്ലൈസ് ആക്കി എടുക്കണം. അതപ്പം നമ്മളിതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. അത് ഇതിലൊരു സെമി സോളിഡ് ഇതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പാല് കുറച്ച് കട്ടകളുണ്ട്, ബാക്കി ഇങ്ങനെ ലിക്വിഡായിട്ടും. അപ്പോൾ അത് നമ്മൾ കുറച്ച് പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് പിങ്ക് കളർ കണ്ടില്ലേ. ഇനി നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക, കട്ടയോട് കൂടിയിട്ട് ഫുള്ള്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. നിങ്ങൾക്കിതിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കളറ് ശരിക്ക് വളരെ ടേസ്റ്റിയാണ്. നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവറും ആപ്പിളും പാലും പഞ്ചസാരയും എല്ലാം ചേർന്നിട്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇപ്പം നമ്മൾ ഇതിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം ഒന്നും ചേർക്കാതെ ഈ ആപ്പിളും സ്ട്രോബെറിയും പാലും കൂടെ അടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. പഞ്ചസാരയും ചേർത്ത് അടിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയല്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.